എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് നമ്മുടെ സാഞ്ചി അവനാണെങ്കിൽ ആ ചബറ വില്ലനെ ഇടിച്ചു തകർത്ത് കേസ് സ്വന്തമാക്കി. അതേസമയം മുകളിലായി സോറോയും കക്കുവും തമ്മില് പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റ്. അവരുടെ ഫൈറ്റിന്റെ പവറില് ആ ഒരു ബിൽഡിംഗ് തന്നെ ഇപ്പൊ തകരാനായിട്ട് ആരംഭിക്കും. ഇവിടെ സാഞ്ചിയുടെ കയ്യില് ഒരു കീ അത് കിട്ടിക്കഴിഞ്ഞു. സോ എത്രയും പെട്ടെന്ന് ഇനി റോബിന്റെ അടുത്തേക്ക് പോണെന്ന് പറഞ്ഞ് അവൻ ഉഷാറായിട്ട് ഓടാൻ തുടങ്ങും. അങ്ങനെ ഓടി ഓടി അല്പദൂരം മുൻപോട്ട് എത്തുമ്പോഴായിരിക്കും നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് വരച്ചു വെച്ച ആ ഒരു ആരോ മാർക്ക് അതവ കാണാം. അതിൽ ഗേറ്റ് ഓഫ് ജസ്റ്റിസിലേക്ക് പോണെങ്കിൽ ഈ അണ്ടർഗ്രൗണ്ട് വഴിയുള്ള പാസേജ് വഴി പോവുക എന്നവള് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. സാഞ്ചിക്കാണെങ്കിൽ അതുകൊണ്ട് ഡബിൾ ഹാപ്പി ആവും. സാഞ്ചി ഒരു സെക്കൻഡ് അവന്റെ കയ്യിലുള്ള കീയുടെ നമ്പർ അത് നോക്കും. നമ്പർ 1 ആണ് അവന്റെ കയ്യിലുള്ളത്. അവൻ ആ കീയുമായിട്ട് ഇപ്പൊ മുൻപോട്ട് കുതിച്ചു പായും. അതേസമയം ഇവിടെ ആ ഏജന്റ് വില്ലൻ അവൻ എന്തൊക്കെ പറഞ്ഞിട്ടും എത്രയൊക്കെ ശ്രമിച്ചിട്ടും റോബിൻ അവന്റെ കൂടെ പോവാൻ തയ്യാറാവില്ല. അവൻ വീണ്ടും അവളുടെ മുടിയിൽ പിടിച്ചു വലിച്ച് ആ ഗേറ്റ് ഓഫ് ജസ്റ്റിസ് കടന്ന് മുകളിലേക്ക് വരും. അതിനുശേഷം അവൻ നേരെ മുൻപിലുള്ള കാഴ്ച അവൾക്ക് കാണിച്ചു കൊടുക്കും. ആ വലിയ ഗേറ്റ് അത് ഓപ്പണായി കിടക്കുന്നത് കണ്ട് ഇപ്പൊ റോബിൻ ഷോക്കാവും. ഏജന്റിനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷാവും. ഏജന്റ് അവളെ പിടിച്ചു വലിച്ച് ആ ബ്രിഡ്ജിലൂടെ പതിയെ മുൻപോട്ട് നടക്കും. അവർ ഓരോ സ്റ്റെപ്പ് മുൻപോട്ട് നടക്കുന്തോറും ആ ഒരു ബ്രിഡ്ജ് അത് പതിയെ പതിയെ കണക്റ്റഡായി വന്നുകൊണ്ടേയിരിക്കും. ഏജന്റ് റോബിനോട് പറയും, ഇത് നിനക്ക് നിന്റെ നരകത്തിലേക്കുള്ള വഴിയാണ്. എനിക്ക് എന്റെ ഏറ്റവും വലിയ സ്വപ്ന സാക്ഷാത്കാരവും. റോബിനാണെങ്കിൽ അവളുടെ ഹാർട്ട് ബീറ്റ് കൂടാൻ തുടങ്ങും. അവൾ അവന്റെ കൈ തട്ടി മാറ്റി എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ വരില്ല എന്ന് പറഞ്ഞ് ഓടാൻ തുടങ്ങും. അതിനാ വില്ലൻ അവൻ കാലെടുത്ത് അവളുടെ മുഖത്ത് ചവിട്ടി അരയ്ക്കും. നീ എന്തൊക്കെ ചെയ്തിട്ടും ഇനി ഒരു പ്രയോജനവും ഇല്ല. ആര് വിചാരിച്ചാലും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. സോ ഇപ്പോഴും ഞാൻ പറയുന്ന അനുസരിച്ച് എന്റെ കൂടെ വരികയാണെങ്കിൽ നിനക്ക് നീ അനുഭവിക്കാൻ പോകുന്ന വേദനയില് ഒരല്പം ഇളവ് ലഭിക്കും. കട്ട് ചെയ്താ നമ്മുടെ ഫ്രാങ്കി അവൻ ഉഷാറായിട്ട് റോബിനെ രക്ഷിക്കാൻ ഓടുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ ഏനീസ് ലോബി ലാൻഡ് അതിന് ചുറ്റും നേവി കപ്പല് അടുത്തു കൊണ്ടേയിരിക്കുകയാണ്. 10 മിനിറ്റിനുള്ളിൽ ആ കപ്പലുകളെല്ലാം തീരത്ത് ലാൻഡ് ചെയ്യും. അതിനുശേഷം ആ ബസ്റ്റർ കോള് അവർ എനേബിൾ ചെയ്യും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഫ്രാങ്കി അവൻ ഓടി ഓടി ലൂഫിയുടെയും ലൂച്ചിയുടെ അടുത്തെത്തും. ഫ്രാങ്ക് ലൂഫിയോട് പറയും, 2 കീ എന്റെ കയ്യിലുണ്ട്. സോ ഞാനും ഇവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ നിന്നെ ഹെൽപ്പ് ചെയ്യട്ടെ. അതിന് ലൂഫി പറയും, വേണ്ട, നീ എത്രയും പെട്ടെന്ന് റോബിനെ അന്വേഷിച്ചു പോണം. അവളെ കണ്ടെത്തി അവളുടെ കയ്യിലെ ഹാൻഡ് കഫ് അത് ഓപ്പൺ ചെയ്ത് അവളെ തിരികെ കൊണ്ടുവരണം. അത് കേൾക്കേണ്ട താമസം ഇപ്പൊ ഫ്രാങ്കി അവൻ ആ ഡോറ് വഴി ഓടാൻ ചാടി നിൽക്കും. ലൂച്ചി ആണെങ്കിൽ അവരെ 2 പേരെയും കടത്തി വിടാതിരിക്കാൻ ആ ഡോറിന് മുൻപിൽ പോയി നിൽക്കും. കട്ട് ചെയ്താ ഇവിടെ സോറോ അവന്റെ 3 സ്ക്വാഡ് എടുത്തും അറഞ്ചം പുറഞ്ചം വെട്ടും. പക്ഷെ കക്കു ആണെങ്കിൽ അവന്റെ മൂക്ക് ഉപയോഗിച്ച് അവന്റെ ഓരോ പഞ്ചും സിമ്പിൾ ആയിട്ട് തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോറ ഇപ്പോ അവന്റെ സ്കാർഫ് എടുക്കും. അത് തലയിൽ കെട്ടി അവൻ 2 സ്ക്വാഡ് സ്റ്റൈലില് ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. ഇവിടെ കക്കുവിനാണെങ്കിൽ അത് കണ്ട് കുറച്ച് ചിരിയും വരും. നീ ഒരു സ്കാർഫ് എടുത്ത് കെട്ടിയാ ഞാൻ പേടിക്കുമെന്ന് കരുതിയോ? നിന്റെ ബിൽഡപ്പ് കണ്ട് ഞാൻ പേടിക്കില്ല എന്ന് പറയും. ഉടനെ സോറ അവൻ ആ 2 സ്ക്വാഡ് ഉപയോഗിച്ച് അച്ചരം പൊച്ചരം കക്കുവിനെ ആഞ്ഞു വെട്ടും. തീപ്പൊരിയൊക്കെ തെറിച്ച് ഫൈറ്റ് ഫയറായി മാറും. പക്ഷെ എന്താ, സോറയുടെ ഒരു അറ്റാക്ക് പോലും അവന്റെ ബോഡിയിൽ ചെറിയൊരു സ്ക്രാച്ച് പോലും ക്രിയേറ്റ് ചെയ്യില്ല. സോറോ ഐഡി ശബ്ദം ഉണ്ടാക്കി അവനെ വെട്ടിത്തിരിപ്പിച്ച് പുറകിലേക്ക് വരും. പക്ഷെ കക്കു അവന്റെ കഴുത്ത് വളച്ച് സോറയുടെ കാലിൽ തട്ടി താഴെയിട്ട് ഒരു ക്യൂബായി മാറും. സോറയ്ക്കാണെങ്കിൽ അതൊക്കെ കണ്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. അപ്പൊ എന്തോ ഒരു ശബ്ദം കേട്ട് അവൻ മുകളിലേക്ക് നോക്കും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. കക്കു സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു നീഡിൽ പവർ അതിപ്പോ അവന്റെ ബോഡിയിലേക്ക് വീഴാൻ തുടങ്ങും. ഒരുപാട് നീഡിൽസ് അറഞ്ചം പുറഞ്ചം സോറയ്ക്ക് നേരെ വന്നു കൊണ്ടേയിരിക്കും. സോറയെ കൊണ്ട് പറ്റും പോലെ അവനത് തട്ടി മാറ്റിക്കൊണ്ടേയിരിക്കും. പക്ഷെ ചിലത് അവന്റെ ബോഡിയിൽ കുത്തി ഇറങ്ങും. കക്കു ആണെങ്കിൽ അവന്റെ ബോഡി അയൺ ബോഡിയാക്കി മാറ്റും. സോ അവന്റെ ബോഡിയിൽ ഒരു സ്ക്രാച്ച് പോലും വീഴില്ല. പക്ഷെ സോറ അവന്റെ ബോഡിയിൽ ഒരുപാട് സ്ക്രാച്ചസ് വീണ് അവൻ ചോരയിൽ കുളിച്ച് അങ്ങനെ നിൽക്കും. പക്ഷെ കക്കു ആണെങ്കിൽ ആ ഒരു ഗ്യാപ്പ് പോലും വെറുതെ വിടില്ല. അവന്റെ നോസ് ഉപയോഗിച്ച് വീണ്ടും സോറ ആഞ്ഞിട്ടിക്കും. പക്ഷെ നമ്മുടെ സോറ അവനൊരു വെൽ ട്രെയിൻഡ് സ്ക്വാഡ്സ് മാൻ ആണ്. അവൻ വീണ്ടും ചാടി എഴുന്നേറ്റ് അവന്റെ വാളുകൾ വീശി നിൽക്കും. സോറ അവനിപ്പോ അവന്റെ വൈറ്റ് സ്ക്വാഡ് എടുത്ത് ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. അക്കു ഇനി നിന്റെ അയൺ ബോഡി അതെന്റെ വൈറ്റ് സ്ക്വാഡില് തവിട് പൊടിയാവും. അക്കു വീണ്ടും
നമ്മുടെ സോറയെ പുച്ഛിച്ച് ഇപ്പൊ സോറയായിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. അങ്ങനെ രണ്ടുപേരും വമ്പൻ ആക്ഷനും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് നേർക്ക് നേർ നോക്കി നിൽക്കും. ലൈൻ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ് ഇപ്പൊ സോറ അവൻ അടുത്ത സെക്കൻഡ് എടുത്തു ചാടി കക്കുവിനെ ക്രോസ് ചെയ്യും. ഇവിടെ കക്കു ആണെങ്കിൽ അവന്റെ ടെമ്പസ്റ്റിക് അറ്റാക്ക് എടുത്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കും. എന്നിട്ട് കാഷ്വലായി സോറയ്ക്ക് നേരെ തിരിഞ്ഞ്, എന്തുപറ്റി നിന്റെ സ്ക്വാഡ് അത് വർക്കായില്ലേ? ഒന്നല്ല, ഒരു 100 സ്ക്വാഡ് ഉപയോഗിച്ചാലും എന്റെ അയൺ ബോഡി ആർക്കും ഇല്ലാതാക്കാൻ പറ്റില്ല. സോറയ്ക്കാണെങ്കിൽ അവന്റെ മൊത്തം കൺട്രോളും പോവും. ഇനി വേറെ വഴിയില്ലാന്ന് പറഞ്ഞ് അവനിപ്പോ അവന്റെ ബോഡി അതൊരു ഹൾക്കിനെ പോലെ ആക്കി മാറ്റാൻ തുടങ്ങും. എന്നിട്ട് മൂന്നാമത്തെ കത്തി അത് വായിൽ കടിച്ചു പിടിച്ച് അവൻ മൂക്കുമായി സോറ ഇടിക്കാനായിട്ട് പാഞ്ഞു വരും. അവ ക്ലോസ് എത്തിയ ഉടനെ സോറ ആ സ്ക്വാഡ് 3 അച്ചരം പൊച്ചരം കറക്കി അവന്റെ മുൻപിലേക്ക് വീഴും. ആ ഒരു അടിയില് അവന്റെ മൂക്ക് തകർന്നു പോവും. കക്കുവിന് മനസ്സിലാവും സോറ ശരിക്കും അവന്റെ പവർ എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞുവെന്ന്. സോറയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ കക്കുവിനോട് പറയും, ആരെയും അത്ര വില കുറച്ച് കാണരുത്. നിനക്ക് കുറച്ചെങ്കിലും ജീവിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഓടി രക്ഷപ്പെട്ടോ. കട്ട് ചെയ്താ ഇവിടെ ലുച്ചിയും ലൂഫിയും അവരങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഞെട്ടിക്കും. പക്ഷെ രണ്ടുപേരും കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഒരാളെ ഡിഫീറ്റ് ചെയ്യാൻ കഴിയില്ല. ഒരു വശത്ത് ഫ്രാങ്കി അവൻ എങ്ങനെയെങ്കിലും ആ ഡോർ വഴി രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ ലൂച്ചി ഡൈവേർട്ടായി വന്ന് അവന്റെ ടെമ്പസ്റ്റിക് അറ്റാക്ക് ഉപയോഗിച്ച് ഫ്രാങ്കിയെയും അവിടെ തടഞ്ഞു വെക്കും. അത് കണ്ട് ലൂഫി അവനിപ്പോ ലൂച്ചിയുടെ അടുത്തേക്ക് പോയി അവനെ പുറകിലേക്ക് വലിക്കും. എന്നിട്ട് അങ്ങനെ കറങ്ങി വന്ന് അവന്റെ 2 കൈയും ലോക്ക് ചെയ്ത് പുറകിലേക്ക് തള്ളും. അത് കണ്ട് ഫ്രാങ്കി അവൻ ഫുൾ ആവേശത്തില് ലൂഫിയോട് പറയും, അങ്ങനെ തന്നെ പിടിക്ക്, ഒറ്റ ഇടിക്ക് ഞാൻ അവനെ തകർത്ത് കളയാം. ഇത് കേട്ട് ലൂഫി പറയും, വേണ്ട വേണ്ട, നീ എത്രയും പെട്ടെന്ന് റോബിന്റെ അടുത്തേക്ക് പോണം. ഈ ലേറ്റ് ആയ അത് വലിയ അപകടമാണ്. അത് കേട്ട് ഫ്രാങ്കി ഇപ്പൊ ഒരു സെക്കൻഡ് അവൻ ചെറുപ്പത്തില് അവന്റെ മാസ്റ്റർ ടോമിനെ രക്ഷിക്കാൻ ആ ട്രെയിനിന്റെ മുൻപിൽ കയറി നിന്ന കാര്യം ആലോചിക്കും. അന്ന് അവന് അവന്റെ മാസ്റ്ററിനെ രക്ഷിക്കാനും പറ്റിയില്ല. മാത്രമല്ല ആ ട്രെയിൻ ഇടിച്ച് അവൻ മുഴുവനായിട്ടും തകർന്നു പോയി എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയം ഇവിടെ ലൂച്ചി അവന്റെ കാലു മടക്കി ലൂഫിയെ ചവിട്ടി ദൂരേക്ക് തെറിപ്പിക്കും. ഫ്രാങ്കി ആണെങ്കിൽ അത് കണ്ട് ഷോക്കായി ആ ഡോറിനടുത്തേക്ക് ഓടും. പക്ഷെ അപ്പോഴേക്കും ലൂച്ചി അവന്റെ ഫിംഗർ പിസ്റ്റൽ അറ്റാക്ക് അത് റെഡിയാക്കി ഫ്രാങ്കിയുടെ തൊട്ട് മുൻപിൽ വരും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇവിടെ കക്കുവിനെ കാണിക്കും. കക്കു പറയും, ഒരുപാട് ബുദ്ധിമുട്ടി നീ എന്റെ മൂക്കില്ലാതാക്കി, പക്ഷെ എനിക്കിപ്പോഴും എന്റെ സ്ട്രെങ്ത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. അതിന്റെ ഫുൾ എനർജി ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് അവനിപ്പോ അവന്റെ കഴുത്ത് ചെറുതാക്കി ഒരു ബോക്സായി മാറും. അവൻ ഫുൾ കഴുത്ത് അകത്തേക്ക് വലിച്ച് വമ്പ സ്പീഡില് പുറത്തേക്ക് റിലീസ് ചെയ്യും. കഴുത്തങ്ങനെ നീണ്ടുവരും. സോറയാണെങ്കിൽ ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെടും. വില്ലനാണെങ്കിൽ ഇപ്പൊ ചത്താ മതിയെന്നാവും. അവൻ വീണ്ടും രക്ഷപ്പെട്ടു. പക്ഷെ ഇത്തവണ നീ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ് അവന്റെ കൈയും കാലും ഇപ്പൊ നീട്ടിക്കൊണ്ടുവരും. അടുത്തതെന്റെ ലോങ് അറ്റാക്ക് ആണെന്ന് പറഞ്ഞ് അവൻ ജിറാഫി തല അത് വട്ടം കറക്കും. കൈയും കാലും ഒക്കെ നീളം കൂട്ടിയും കുറച്ചുമൊക്കെ അവൻ വാമപ്പ് ചെയ്ത് ഫുൾ സ്ട്രെങ്തില് സോറ എയിം ചെയ്ത് ഫോക്കസ് ചെയ്ത് നോക്കി നിൽക്കും. ഇവിടെ സോറയാണെങ്കിൽ വീണ്ടും അവന്റെ സ്ക്വാഡുകളൊക്കെ റെഡിയാക്കും. അടുത്ത നിമിഷം കക്കു അവനിപ്പോ മുകളിലേക്ക് എടുത്തു ചാടി 2 സ്ക്വാഡുകള് കയ്യിലേന്തി പാസ്ത മിഷൻ എന്ന് നിലവിളിച്ച് സോറയുടെ ബോഡിയിൽ കുത്തി ഇറക്കാനായിട്ട് ഫുൾ ഫോഴ്സിൽ വരും. പക്ഷെ സോറ അവന്റെ 3 സ്ക്വാഡ് ഉപയോഗിച്ച് ആ 2 സ്ക്വാഡിനെ റെസിസ്റ്റ് ചെയ്യും. വില്ലനുടനെ ചാടി എഴുന്നേറ്റ് അവന്റെ 2 സ്ക്വാഡും വെച്ച് സോറയുടെ 3 സ്ക്വാഡുമായി ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഫൈറ്റിന്റെ ഇടയില് സോറയുടെ കണ്ണുകള് അതങ്ങനെ സൂം ചെയ്ത് കാണിക്കും. അതില് വലിയൊരു ഫയർ കത്തിയെരിയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.